എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാനഡ കാട്ടുതീയിൽ നിന്ന് കത്തുകയാണ്. പസഫിക് മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന കാനഡയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലെ ബാൾഡ് റേഞ്ചിൽ നിന്നും ഓഗസ്റ്റ് 7-നാണ് കാട്ടുതീ ആരംഭിച്ചിട്ടുള്ളത്. അത് നിയന്ത്രണാതീതമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 25,000-ത്തിലധികം ഏക്കർ സ്ഥലമാണ് കത്തി നശിച്ചിട്ടുള്ളത്. കാട്ടുതീ പടരുന്നതിനാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും 20,000-ത്തിലധികം ആളുകൾ ഇവിടെ നിന്ന് പൂർണ്ണമായും പലായനം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയുടെ വടക്ക് അലാസ്കയും കിഴക്ക് ആൽബർട്ട് പ്രവിശ്യയും തെക്ക് അമേരിക്കൻ സംസ്ഥാനങ്ങളുമാണ്. തീ ബ്രിട്ടീഷ് കൊളംബിയയുടെ തെക്കൻ പ്രദേശത്തുള്ള ഒക്കനാഗൽ തടാകത്തിന് പടിഞ്ഞാറുള്ള സമ്മർലാൻഡ്, പീച്ച്ലാൻഡ് തുടങ്ങി അടുത്തുള്ള ജില്ലകളിലേക്കും കൂടി പടരുന്നത് കൊണ്ടാണ് ആളുകളെ ഇവിടം വിടാൻ നിർബന്ധിതമാക്കിയിട്ടുള്ളത്. ബ്രിട്ടീഷ് കൊളംബിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശം പ്രധാനമായും വൈൻ ഉൽപാദന കേന്ദ്രമാണ് എന്ന് നമ്മൾ അറിയണം. മുന്തിരിത്തോട്ടങ്ങൾ ഏറെയുള്ള കാനഡയിലെ രണ്ടാമത്തെ വലിയ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശവുമാണിത്. ബ്രിട്ടീഷ് കൊളംബിയയിലും ഒൻറ്റാറിയയിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഐസ് വൈൻ ലോകത്തെ ഏറ്റവും മികച്ച ഡിസേർട്ട് വൈനുകളിൽ ഒന്നായി അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമ്മൾ അറിയണം. 2021 സെൻസസ് പ്രകാരം സമ്മർലാൻഡിൽ ഏകദേശം 12,000 ജനസംഖ്യയാണുള്ളത്. പീച്ച്ലാൻഡിൽ ഏകദേശം 65,000-ത്തിലധികം ജനസംഖ്യയുമുണ്ട്. ഇവരെല്ലാം വീടുകളും കടകളുമെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഭൂമിക്കടിയിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇത് അണയ്ക്കാനും വലിയ ബുദ്ധിമുട്ടാണുള്ളത്. തീ മരങ്ങളുടെ വേരുകളിലേക്ക് പടരുകയും അത് മരങ്ങളെ പൂർണ്ണമായും വിഴുങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 100-200 അടി ഉയരമുള്ള മരങ്ങൾ ഇങ്ങനെ കത്തുന്നതിനാൽ തീജ്വാലകൾ വളരെ ഉയരത്തിലാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്ത് ചൂട് വർദ്ധിപ്പിക്കുകയും തീ കൂടുതൽ പ്രദേശങ്ങളിലെ വീടുകളും കടകളുമെല്ലാം കത്തി നശിപ്പിക്കുമെന്ന ഭയമാണ് കാനഡയിൽ എങ്ങുമുള്ളത്. ഇങ്ങനെ അമേരിക്കൻ വൻകരയിലുള്ള കാനഡ തീ കൊണ്ടും ചൂട് കൊണ്ടും വലയുമ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് തെക്കൻ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന താപനിലയും കടുത്ത ഉഷ്ണതരംഗങ്ങൾ കൊണ്ട് വലയുകയാണ്. വളരെയധികം ആളുകൾ ചൂട് താങ്ങാൻ കഴിയാതെ മരിക്കുന്നുണ്ട്. കൂടാതെ കനത്ത ചൂട് മൂലം വെള്ളത്തിൽ ചാടുന്നത് കൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്ന് കുറേ ആളുകൾ അങ്ങനെയും മരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ റിപ്പോർട്ട് ചെയ്തതാണ്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യൂറോപ്പ് വളരെ വേഗത്തിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഒരു വൻകരയാണെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. വേനൽക്കാലത്ത് ഇപ്പോൾ കനത്ത ചൂടും തണുപ്പ് കാലത്ത് മഞ്ഞും ഐസ് വീഴ്ചയും ഇവിടുത്തെ ആളുകളുടെ ശാരീരിക ക്ഷമതയെ കാര്യമായി ബാധിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. ഇപ്പോൾ സായിപ്പന്മാരൊക്കെ ഈ ബോഡിയുടെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. പെട്ടെന്ന് ചൂടോ തണുപ്പോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗങ്ങൾ പിടിപെടും. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ മഴ കൊണ്ടിങ്ങനെ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. വീടും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം വെള്ളം കയറി നശിച്ച് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പ് ചൂട് കൊണ്ടും തീ കൊണ്ടും വലയുകയാണ്. ഒരു സ്ഥലത്ത് ചൂട് കാരണം ആൾക്കാർ മരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് കാട്ടുതീ പടർന്ന് എല്ലാം കത്തി നശിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ വെള്ളമാണ് മെച്ചം. തീക്കകത്ത് വെന്തുരുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മളാണ് ഭാഗ്യവാന്മാർ എന്നാണ് പറയേണ്ടത്. വടക്കേ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നുള്ള അതികഠിനമായ ഉഷ്ണക്കാറ്റ് മെഡിറ്ററേനിയൻ കടൽ വഴി യൂറോപ്പിലേക്ക് വീശി അടിക്കുന്നതാണ് യൂറോപ്പിൽ ഇപ്പോൾ താപനില പെട്ടെന്ന് ഉയരാൻ കാരണമായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തൽ. ഗ്രാമങ്ങളെക്കാൾ യൂറോപ്യൻ നഗരങ്ങളാണ് ഇപ്പോൾ ചൂടിൽ മുൻപന്തിയിലുള്ളത് എന്ന് നമ്മൾ അറിയണം. അതിന് കാരണം ഈ നഗരങ്ങളിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും വലിയ വലിയ ടാർ റോഡുകളും സൂര്യൻ്റെ ചൂട് ആഗിരണം ചെയ്തിട്ട് അത് പുറത്തുവിടുന്നതാണ്. യൂറോപ്പ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എല്ലായിടത്തും ടൈൽ വിരിച്ച് വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ട്. മരങ്ങളൊക്കെ നിശ്ചിത അളവിൽ, നിശ്ചിത എണ്ണത്തിൽ അവർ ടൗണുകളിൽ വിന്യസിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊന്നും ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. ചൂടിങ്ങനെ തറയിലടിച്ചിട്ട് ഉയരുന്ന കാരണം ഒരിടത്തും ഇരിക്കാൻ കഴിയുന്നില്ല. തന്നെയുമല്ല, ഈ ഫാന്, AC ഇവയൊന്നും യൂറോപ്പിൽ സാധാരണമല്ലാത്തതുകൊണ്ട് ചൂടിനെ പ്രതിരോധിക്കാൻ ആളുകൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നോർക്കണം. ഇപ്പം യൂറോപ്പിൽ വീശറി കച്ചവടമായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സായിബ് മദാമയൊക്കെ വീശറി കൊണ്ട് വീശിക്കൊണ്ട് നടന്നോളും. കാരണം ഫാനും AC ഒന്നും ഒരിടത്തും ഇല്ല, പൊതുസ്ഥലങ്ങളിലില്ല, വീടുകളിലില്ല, കടകളിലില്ല, ഒരിടത്തും ഇല്ല. തണുപ്പല്ലേ, അപ്പോൾ അവിടെ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് ബിറ്റ് ചെയ്യില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചൂടുണ്ടായത് കാരണം ഇവർക്ക് നിക്കകളില്ലാതെ ഇവർ വീശിക്കൊണ്ടാണ് നടക്കുന്നത്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഊതി ശരീരം തണുപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർക്കൊന്നും പിന്നെ രക്ഷയില്ല. ഇത്തരം ഒരു അവസ്ഥയാണ്. AC കച്ചവടക്കാർക്ക് ഇനിമോൾ ചിലപ്പോൾ നല്ല കച്ചവടം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് AC കച്ചവടക്കാരുടെ ശ്രദ്ധ യൂറോപ്പിലേക്ക് തിരിയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. യൂറോപ്പ് ഇങ്ങനെ ചൂട് കൊണ്ട് വലയുമ്പോൾ
യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഡാന്യൂബ് നദി ചൂട് മൂലം വറ്റി വരണ്ട് സെർബിയയിലെ പ്രഹോവ എന്ന പ്രദേശത്ത് 1944 രണ്ടാം ലോകമഹായുദ്ധത്തെ റഷ്യൻ മുന്നേറ്റത്തെ ഭയന്ന് ജർമ്മൻകാർ, അതായത് നാസികൾ മനഃപൂർവ്വം മുക്കിയ ഡസൻ കണക്കിന് യുദ്ധക്കപ്പലുകൾ ഇപ്പം നദിയിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അതികഠിനമായ ചൂട് മൂലം നദിയിലെ ജലനിരപ്പെല്ലാം വളരെയധികം താന്നിട്ട് നദിയുടെ അടിയിൽ മുങ്ങിക്കിടന്നിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ പൊങ്ങി വരികയാണ്. അതിൽപ്പെട്ടതാണ് പണ്ട് നാസികൾ മുക്കിയ കപ്പലുകൾ. നൂറുകണക്കിന് കപ്പലുകളാണ് ഇപ്പോൾ ഇങ്ങനെ ഈ നദിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഡാന്യൂബ് നദിയിലെ ജലനിരപ്പ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് തലത്തിലാണ് ഇപ്പോൾ താന്നിരിക്കുന്നത്. ഇന്നേ വരെ ഈ യൂറോപ്പിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത രീതിയിലാണ് ഈ നദിയിൽ ഇങ്ങനെ വെള്ളം വറ്റി വരണ്ടിരിക്കുന്നത്. നദി ഒഴുകുന്നത് 10 രാജ്യങ്ങളിൽ കൂടിയാണ്. ഈ രാജ്യങ്ങളിലെല്ലാം വൈദ്യുതി നിലയങ്ങളെല്ലാം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ നദിയിൽ കപ്പലുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത്. അതിപ്പോൾ ഒരു വലിയൊരു കൗതുകമായിട്ട് മാറിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധം കാരണം യൂറോപ്പിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇപ്പോൾ വൈദ്യുതി പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ ഡാന്യൂബ് നദിയിൽ വെള്ളം കൂടെ താഴ്ന്നതോടുകൂടി വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യം ഏതാണ്ട് ഗോപിയായിരിക്കുകയാണ്. അതുകൊണ്ട് മധ്യ കിഴക്കൻ യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങളിലും സർക്കാർ ഇപ്പം വൈദ്യുതിക്ക് മറ്റു മാർഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാതെ ഒരു വല്ലാതെ പരിഭ്രാന്തിയിലാണുള്ളത്. നാസി ജർമ്മനിയുടെ കരിങ്കടൽ കപ്പൽപ്പടയുടെ ഭാഗമാണ് ഈ കപ്പലുകൾ. ഇതിൽ നിറയെ ആയുധങ്ങളാണ് ഉള്ളത്. 1944 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ട് ജർമ്മൻ സൈന്യം റൊമാനിയയിൽ നിന്നും പിന്മാറുന്നതിൻ്റെ ഭാഗമായിട്ട് യുദ്ധാവസാനത്തോടെ സോവിയറ്റ് സൈന്യം യൂറോപ്പിലേക്ക് തള്ളിക്കയറുമ്പോൾ അവരുടെ മുന്നേറ്റത്തെ തടുക്കാൻ വേണ്ടിയാണ് ഈ നാസികൾ അവരുടെ കപ്പലുകൾ സ്വന്തമായിട്ട് തന്നെ മുക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഡാന്യൂബ് മലയിടുക്കിൽ പ്രഹോവയ്ക്ക് സമീപം സോവിയറ്റ് റഷ്യൻ ആക്രമണത്തെ ഭയന്ന്, അല്ലെ റഷ്യൻ മുന്നേറ്റത്തെ ഭയന്നുകൊണ്ട് 200ഓളം നാസി ജർമ്മൻ യുദ്ധക്കപ്പലുകളെ മുക്കിയിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇവരിങ്ങനെ ചെയ്തത് സോവിയറ്റ് സൈന്യം നദിയിലൂടെ യൂറോപ്പിലേക്ക് തള്ളിക്കയറുന്നത് കണ്ടുകൊണ്ടാണ്. അതിനെ തടയാൻ വേണ്ടി, നദി അടയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തട കിട്ടുന്ന പോലെ ഈ കപ്പലുകളുടെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയാണ് ഇവന്മാരിങ്ങനെ ചെയ്തത്. ഇതിലൂടെ സോവിയറ്റ് മുന്നേറ്റത്തെ മന്ദഗതിയിലാക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയെങ്കിലുംമാർക്ക് ജീവൻ രക്ഷപ്പെടണമല്ലോ, അതിനുവേണ്ടി ചെയ്തൊരു പരിപാടിയാട്ടോ ഇത്. അതിപ്പം വലിയ പാരയായിരിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും അന്ന് സൃഷ്ടിച്ച ആ തടസ്സം നദിയിലൂടെയുള്ള യാത്രയ്ക്കും വെള്ളത്തിൻ്റെ ഒഴുക്കിനുമൊക്കെ സാരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് സെർബിയൻ സർക്കാർ ഈ കപ്പലുകളെ ഉയർത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് പിന്മാറിയിട്ടുള്ളതാണ്. അവർ പലതവണ ഇതിനുവേണ്ടി ശ്രമിച്ചതാണ്. എങ്ങനെയെങ്കിലും നദി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് 1 2 ഒന്നുമല്ലോ, 200-ലധികം കപ്പലുകളാണ് അവിടെ മുക്കിയിട്ടുള്ളത്. എന്നാൽ സെർബിയൻ സർക്കാർ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയത് ഇതിന് വരുന്ന ഭാരിച്ച ചെലവ് കാരണമാണ്. പിന്നെ റഷ്യ ഇടപെട്ട് കുറേ കപ്പലുകളൊക്കെ അവർ പണ്ട് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മുങ്ങിയ കപ്പലുകളിൽ അതിമാരക സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുള്ളതുകൊണ്ട് റഷ്യൻ സർക്കാരും ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് എല്ലാം കൂടി ചത്തു പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് റഷ്യയും ഈ പരിപാടിയെല്ലാം വിട്ടിട്ട് പോയി കളഞ്ഞു. അല്ലെ തന്നെ നദിയിലോ കടലിലൊക്കെ മുങ്ങിയ കപ്പലുകളൊക്കെ പൊക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കേസൊന്നുമല്ല. അല്ല, ചിലവുണ്ടാവും. ഇനി ഇത് എവിടെ കൊണ്ട് സൂക്ഷിക്കാനാണ്? എന്തായാലും ഇപ്പം യൂറോപ്പ് വല്ലാതെ വശം കെട്ടിരിക്കുകയാണ്. ഈ ചൂട് തുടങ്ങിയിട്ട് 2-3 മാസമായി. നിക്കക്കള്ളിയില്ല. ഭയങ്കരമായ ചൂട് കാരണം ഒരു രക്ഷയില്ല. വിയർത്തൊലിച്ചാണ് ആയിപ്പതാമ എല്ലാം നടക്കുന്നത്. ഇവരെല്ലാം കൂടെ കേരളത്തിലോട്ട് ഈ മഴയൊക്കെ കൊള്ളാൻ വേണ്ടി തള്ളിക്കയറുമോ എന്നും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിമാനത്തെ ടിക്കറ്റൊക്കെ കൂടുതലുണ്ട്. ആരെങ്കിലും കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരില്ലായിരിക്കും. ഈ തണുപ്പുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി രക്ഷപ്പെടുക എന്ന് മാത്രമേ ഇവർക്ക് മുന്നിൽ വഴിയുള്ളൂ. എന്തായാലും ഭൂമി ടോട്ടലി ഒന്ന് തകിടം മറിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥയിലെല്ലാം കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ അതികഠിനമായ ചൂടും തണുപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പം രാത്രി നല്ല തണുപ്പും പകൽ നല്ല ചൂടുമാണ്. മൊത്തത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. അത് യൂറോപ്പിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അവർ ഈ തണുപ്പ് രാജ്യങ്ങളിൽ ജീവിക്കുന്നതായതുകൊണ്ട് അവരുടെ ശരീരഘടന അങ്ങനെയുള്ളതാണ്. അവർക്ക് കഠിനമായ ചൂടൊന്നും താങ്ങാൻ കഴിയില്ല. തൊലിയെല്ലാം പൊള്ളിപ്പോവും. അങ്ങനെ അവരാകപ്പാടെ വശം കെട്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഈ കപ്പലുകൾ പൊങ്ങി വരുന്ന പോലത്തെ ചില കൗതുകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്മാർ രസമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ആസ്വദിക്കാം. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും മനുഷ്യന് കിടന്നുറങ്ങണമല്ലോ. അതിന് മാർഗ്ഗമില്ലാതെ ഈ വെളുത്ത തൊലിയുള്ളവർ വല്ലാതെ കഷ്ടപ്പെടുന്നു എന്നും പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.